നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം കേരള കൗമുദി. കേരള കൗമുദിയിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത് കളമശ്ശേരി കഞ്ചാവിന് ബംഗാൾ ബന്ധം. ക്യാമ്പസിൽ പോലീസ് എക്സൈസ് റെയ്ഡ്, അനുമതി വേണ്ട. ക്യാമ്പസുകളിൽ തുടർ നിരീക്ഷണം, ഇടപാട് വാട്സപ്പിലൂടെ 1140 സ്കൂളുകളിൽ ലഹരി ഇടപാട്, 31.8% കോളേജ് വിദ്യാർത്ഥികളും ലഹരി ഉപയോഗിക്കുന്നെന്ന് എക്സൈസിൻ്റെ കണക്ക്. 2 പൂർവ്വ വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. എന്തായാലും ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് കേരള കൗമുദി നൽകിയിരിക്കുന്നത്. വലത് ഭാഗത്ത് വലിയ പ്രാധാന്യത്തോടുകൂടിയാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഇനി അതിന് തന്നെ ഇടത് ഭാഗത്തായി സ്പേസ് എക്സ് ക്രൂ 10 വിക്ഷേപിച്ചു. സുനിത വില്യംസിൻ്റെ മടക്കയാത്ര 19-ന്. കാത്തിരിപ്പിൻ്റെ നാളുകൾ. 2024 ജൂൺ 5-ന് സുനിതയും വിൽമോറും 8 ദിവസത്തെ ദൗത്യത്തിനായി ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിൽ നിലയത്തിലേക്ക് തിരിച്ചു. ജൂൺ 13 ഇരുവരും ഭൂമിയിൽ തിരിച്ചെത്തേണ്ടതായിരുന്നു. പേടകത്തിലെ ഹീലിയം ചോർച്ച മൂലം യാത്ര മുടങ്ങി. സെപ്റ്റംബർ 7-ന് സ്റ്റാർലൈനർ ആളില്ലാതെ തിരിച്ചെത്തി. നവംബർ 13 ക്ഷീണതയാകാനുള്ള കാരണം മൈക്രോ ഗ്രാവിറ്റിയെ ചെറുക്കുവാനുള്ള കഠിന വ്യായാമമാണെന്ന് സുനിതയുടെ വിശദീകരണം. 2025 ജനുവരി 30 സുനിത 5 മണിക്കൂറിലേറെ സ്പേസ് വാക്ക് നടത്തി. ഇതോടെ കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിതയായി. 62 മണിക്കൂർ 6 മിനിറ്റ്. ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് കേരള കൗമുദി. അതിന് താഴെയായി KM അച്യുതൻ നമ്പൂതിരി ഗുരുവായൂർ മേൽശാന്തി എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. കേരള കൗമുദിയുടെ ആദ്യ പേജിൽ ഇടത് ഭാഗത്തായി കണ്ണൂർ കനകത്തൂർ ശ്രീ കുരുമ്പക്കാവ് തിറ മഹോത്സവത്തിൻ്റെ ഭാഗമായി നടന്ന ബാലി സുഗ്രീവ തെയ്യങ്ങളുടെ യുദ്ധത്തിനിടയിൽ ബാലിയിൽ നിന്ന് രക്ഷ നേടി സുഗ്രീവൻ കാവിലെ മരത്തിലേക്ക് ഓടിക്കയറിയപ്പോൾ പോർവിളിയുമായി ബാലി ചെല്ലുന്ന ചിത്രം നൽകിയിട്ടുണ്ട്. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ സൈബർ ഗ്രൂപ്പുകൾ പാർട്ടി വിരുദ്ധം. ജി സുധാകരൻ. കടന്നൽ കൂട്ടിൽ കല്ലെറിഞ്ഞു നോക്കാം എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ലഹരിയെ പടികടത്തും, വേറിറക്കാൻ കേരളം. അതിർത്തികളിലടക്കം പോലീസ് എക്സൈസ് സംയുക്ത പരിശോധന. കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിക്കും. ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെ സംസ്ഥാനത്ത് അറസ്റ്റിലായത് 5687 പേർ. എക്സൈസ് പിടിച്ചത് 556 പേര്. വിട്ടുവീഴ്ചയില്ല എന്ന് SFI. അതായത് ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ക്യാമ്പസിൽ ലഹരി മാഫിയ സംഘത്തിന് സ്ഥാനമുണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ദേശാഭിമാനി. കണ്ടെടുത്തത് 3.7 കിലോ MDMA, 3 ആഴ്ചയിൽ 5687 അറസ്റ്റ് എന്നുള്ള പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ അതിൽ ചേർക്കുന്നു. പോളി ഹോസ്റ്റലിലെ റെയ്ഡ്, കഞ്ചാവ് എത്തിച്ച KSU നേതാക്കൾ പിടിയിൽ. അറസ്റ്റിലായ KSU മുൻ യൂണിറ്റ് സെക്രട്ടറി ലഹരി മാഫിയ സംഘത്തിലെ മുഖ്യ കണ്ണി. കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക് മെൻസ് ഹോസ്റ്റലിൽ നിന്ന് 1.91 കിലോ കഞ്ചാവ് പിടിച്ച സംഭവത്തിൽ ഒരു KSU നേതാവും പ്രവർത്തകനും കൂടി അറസ്റ്റിലായി എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു ദേശാഭിമാനി. അതിന് താഴെയായി 41 രാജ്യങ്ങളിലെ പൗരർക്ക് യാത്രാവിലക്കുമായി ട്രംപ്. ക്യൂബയും ഇറാനും അടക്കം 41 രാജ്യങ്ങളിലെ പൗരർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്താൻ അമേരിക്കയിലെ ട്രംപ് സർക്കാർ 3 പട്ടികയായി തിരിച്ച് വ്യത്യസ്ത നിയന്ത്രണങ്ങളിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, സിറിയ, ക്യൂബ, ഉത്തര കൊറിയ, ലിബിയ, സൊമാലിയ, സുഡാൻ, വെനസ്വേല, യമൻ എന്നീ 10 രാജ്യങ്ങളാണ് ആദ്യ പട്ടികയിലുള്ളത്. ക്രൂ 10 കുതിച്ചു. സുനിത 19-ന് മടങ്ങുമെന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. തൊഴിലുറപ്പും കേരളത്തിന് അവഗണന. കേന്ദ്രം 1 കോടി തൊഴിൽ ദിനം വെട്ടിക്കുറച്ചു. 2023-24 കിട്ടിയ 10 കോടി തൊഴിൽ ദിനം 24-25 6 കോടി, 25-26 5 കോടി മാത്രം. കൂലി ഇനത്തിൽ 695 കോടിയും സാധന സാമഗ്രികളുടെ വിലയായി 260 കോടിയും കേരളത്തിന് കുടിശ്ശിക. ഖാദി തൊഴിലാളി ആനുകൂല്യം 2.44 കോടി അനുവദിച്ചു എന്നുള്ള വാർത്തയ്ക്ക് ചെറിയ പ്രാധാന്യം നൽകുന്നുണ്ട് ദേശാഭിമാനി. ഹരിയാനയിൽ BJP നേതാവിനെ വെടിവെച്ചു കൊന്നു. ഭൂമി തർക്കത്തിന്റെ പേരിൽ ഹരിയാനയിലെ BJP നേതാവിനെ അയൽക്കാരൻ വെടിവെച്ചു കൊന്നു. സോനിപത്തിലെ മുണ്ട്ലാന മണ്ഡലം പ്രസിഡന്റായ സുരേന്ദ്ര ജവഹറിനെ അയൽക്കാരൻ മോനുവാണ് വെള്ളി രാത്രി വെടിവെച്ചു കൊന്നത്. ഇനി മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ പ്രതീക്ഷ അരികെ എന്ന പേരിൽ സുനിത വില്യംസ് ബഹിരാകാശത്ത് നിന്ന് മടങ്ങിയെത്തുന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് മാതൃഭൂമി തലക്കെട്ടിനോട് ചേർത്ത്. ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്കെടുക്കൽ പൂട്ടിട്ടു എന്ന വാർത്ത. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കായി ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്ക് നൽകുന്ന വ്യാപകമായതോടെ പുതിയ അക്കൗണ്ടുകൾ തുടങ്ങാൻ നിയന്ത്രണവുമായി ബാങ്കുകൾ. റിസർവ് ബാങ്ക് നിർദ്ദേശങ്ങളെ തുടർന്ന് SBI അടക്കമുള്ള മിക്ക ബാങ്കുകളും അക്കൗണ്ടുകൾ നൽകുന്നതിൽ ജാഗ്രത വർദ്ധിപ്പിച്ചു. കേസിൽ ഉൾപ്പെട്ട അക്കൗണ്ടുകൾ കൂടുതലുള്ള ബ്രാഞ്ചുകളുള്ള മേഖലകളെ ഹോട്ട്സ്പോട്ടുകളായി തിരിച്ച് കാനറ ബാങ്കും നിയന്ത്രണം ഏർപ്പെടുത്തി. മെഡിക്കൽ കോളേജ് സുരക്ഷാ വീഴ്ച. ലാബ് പരിശോധനാ സാമ്പിളുകൾ ആക്രിക്കാരൻ കൊണ്ടുപോയി എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു മാതൃഭൂമി. തനിക്ക് ആവശ്യമില്ലെന്ന് കണ്ടപ്പോൾ ഉപേക്ഷിച്ചു. ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. മുൻഗണനേതര വിഭാഗങ്ങളുടെ റേഷൻ അരി വില കൂട്ടിയേക്കും എന്ന വാർത്ത.
മുൻഗണനേതര വിഭാഗങ്ങൾക്ക് സബ്സിഡിയിൽ നൽകുന്ന റേഷനരി വില കൂട്ടണമെന്ന് സർക്കാർ സമിതിയുടെ ശുപാർശ. 1 കിലോഗ്രാമിന് ഇപ്പോഴുള്ള 4 രൂപ 6 രൂപയായി വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം. 8.30 രൂപയ്ക്ക് സർക്കാർ വാങ്ങുന്ന അരിയാണ് ബാക്കി സബ്സിഡി നൽകുന്നത്. വില കൂട്ടിയാൽ മാസം 3.14 കോടി രൂപ അധികം കണ്ടെത്താനാകും. ക്യൂ വേണ്ട, സമയവും ലാഭിക്കാം. തിരുവനന്തപുരം വിമാനത്താവളം ഡിജി യാത്രയിൽ യാത്രക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞ് പേപ്പർ രേഖകൾ ഒഴിവാക്കി വിമാനയാത്ര സാധ്യമാക്കുന്ന ഡിജി യാത്ര പദ്ധതിയിൽ തിരുവനന്തപുരം വിമാനത്താവളത്തെയും ഉൾപ്പെടുത്തി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം. അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള തിരുവനന്തപുരം, മംഗളൂരു വിമാനത്താവളങ്ങളിലാണ് പുതുതായി ഡിജി യാത്ര ഉൾക്കൊള്ളിച്ചത്. കാകർഷി എന്ന കാർട്ടൂൺ പരമ്പരയിൽ 9 വർഷമായി കേരളം ഭരിച്ചിട്ടും പിണറായിക്ക് മയക്കുമരുന്ന് മാഫിയയെ അമർച്ച ചെയ്യാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ലെന്ന് ചെന്നിത്തല. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ, തലകുത്തി നിൽക്കുകയാണ് എന്നുള്ളതാണ് കാർട്ടൂണിൻ്റെ തലക്കെട്ട്. കവപ്രം ആറത്തുമന അച്യുതൻ നമ്പൂതിരി ഗുരുവായൂർ മേൽശാന്തി എന്ന വാർത്ത. അന്താരാഷ്ട്ര കുറ്റവാളി ലിത്വാനിയൻ പൗരൻ അലക്സേജ് ബെസിയോക്കോവിനെ കേരള പോലീസ് ഡൽഹി പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അലക്സേജിനെ തീഹാർ ജയിലിലേക്ക് മാറ്റി. അമേരിക്കയിൽ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പുകൾ അടക്കമുള്ള കേസുകളിൽ പ്രതിയായ അലക്സേജിനെ ബുധനാഴ്ച തിരുവനന്തപുരം വർക്കലയിലെ ഹോം സ്റ്റേയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ ലഹരിക്കടത്ത് ഒരുമിച്ച് തടയാൻ പോലീസും എക്സൈസും ഇരട്ടപ്പൂട്ട് എന്ന തലക്കെട്ടോടുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. 997 സ്ഥിരം പ്രതികൾ കർശന നിരീക്ഷണത്തിൽ, വിവരങ്ങൾ കൈമാറും, കേസുകളും ഒരുമിപ്പിക്കും എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ട്. പോളി കഞ്ചാവ് 2 പൂർവ്വ വിദ്യാർത്ഥികൾ അറസ്റ്റിൽ എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. അഭിരാജിനെ SFI പുറത്താക്കി. കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ കളമശ്ശേരി പോളിടെക്നിക് കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി R അഭിരാജിനെ SFIയിൽ നിന്ന് പുറത്താക്കിയതായി സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. പ്രാദേശിക നേതൃത്വം നേരത്തെ അഭിരാജിനെ ന്യായീകരിച്ചിരുന്നു എന്നുള്ളതും വാർത്തയുടെ പ്രധാന ഭാഗമാണ്. അരുണിമ ജയൻ കേരള സുന്ദരി എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. കല്യാൺ സിൽക്സ് വനിതാ മിസ് കേരള ഫിനാലയുടെ ആ ചിത്രവും അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രി ലാബിലേക്കുള്ള സാമ്പിളുകൾ തട്ടിയെടുത്ത ആക്രിക്കാരൻ, ജീവനക്കാരന് സസ്പെൻഷൻ, 17 സാമ്പിളുകൾ വീണ്ടെടുത്തു എന്നുള്ളതാണ് വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. മലയാള മനോരമ. സമരം തുടർന്ന് ആശാവർക്കർമാർ നാളെ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം ദിവസം തന്നെ പരിശീലന പരിപാടിക്ക് ഹാജരാകാൻ നിർദ്ദേശം. വോട്ടർ കാർഡ് ആധാർ ബന്ധിപ്പിക്കൽ ചർച്ച 18 എന്ന വാർത്തയ്ക്ക് ചെറിയ പ്രാധാന്യം നൽകുന്നു. മുംബൈ ജേതാക്കൾ. വനിതാ പ്രീമിയർ ലീഗ് 2020 ഫൈനൽ ഡൽഹി ക്യാപിറ്റൽസ് താരം ജെമേ റോഡ്രിഗസ് പുറത്തായപ്പോൾ മുംബൈ ഇന്ത്യൻസ് ടീമുകളുടെ ആഹ്ലാദം. ഫൈനലിൽ ഡൽഹിയെ 8 റൺസിന് കീഴടക്കി മുംബൈ ചാമ്പ്യന്മാരായി. സുനിതയുടെ മടക്കം 19. സ്പേസ് എക്സ് ഡ്രാഗൺ വിക്ഷേപണം വിജയകരം എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. കുജിക്കുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ ആരോപണങ്ങളെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയുടെ ചുമതലകൾ വെട്ടിക്കുറച്ചു. ടോപ്പ് പ്രസ് എന്നതാണ് പുതിയ ചുമതല. ഇനി മാധ്യമത്തിലേക്ക് വരുമ്പോൾ വയനാട്ടിൽ ചന്ദന കൃഷി തട്ടിപ്പ്, 15 ലക്ഷം മുടക്കിയാൽ കോടികൾ വാഗ്ദാനം എന്ന വാർത്ത ഇന്നലെയും നമ്മൾ പത്രവാർത്തകളിലൂടെ പറഞ്ഞിരുന്നതാണ്. ആ വാർത്തയ്ക്ക് മാധ്യമം വലിയ പ്രാധാന്യം നൽകുന്നു. 41 രാജ്യക്കാർക്ക് കടുത്ത നീക്കവുമായി ട്രംപ്, US വിലക്ക് എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. പോളിടെക്നിക്കിലെ ലഹരിവേട്ട, മുഖ്യകണ്ണികൾ അറസ്റ്റിൽ എന്ന വാർത്തയ്ക്ക് ഇടം നൽകുന്നുണ്ട് മാധ്യമം. ലാബിലേക്കുള്ള ശരീരഭാഗങ്ങൾ ആക്രിക്കാരൻ കൊണ്ടുപോയി എന്ന വാർത്തയ്ക്ക് ഇടമുണ്ട്. അതുപോലെ തന്നെ ക്രിപ്റ്റോ തട്ടിപ്പ്, അലക്സേജ് ബെസിയോക്കോവ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ, കേരള പോലീസ് ശനിയാഴ്ച ഡൽഹി പട്യാല കോടതിയിൽ ഹാജരാക്കി എന്ന വാർത്തയ്ക്കും വലിയ പ്രാധാന്യം നൽകുന്നു മാധ്യമം. അച്യുതൻ നമ്പൂതിരി ഗുരുവായൂർ മേൽശാന്തി എന്ന വാർത്തയ്ക്കും ഇടമുണ്ട്. അതിനോടൊപ്പം 7 ജില്ലകളിൽ നിന്ന് താപനില ഉയരുമെന്ന വാർത്തയ്ക്ക് ഇവിടെ നൽകിയിട്ടുണ്ട് മാധ്യമം. ദീപികയിലേക്ക് വരുമ്പോൾ സഹകരണ ബാങ്കുകൾ സഹകരിക്കണം, ക്ഷേമ പെൻഷനായി 1000 കോടി കടമെടുക്കാൻ നീക്കം. സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകാൻ സംസ്ഥാന സഹകരണ ബാങ്കുകളിൽ നിന്ന് 1000 കോടി രൂപ കൂടി കടമെടുക്കാൻ സർക്കാർ നീക്കം. സാമ്പത്തിക വർഷാവസാനത്തെ ചെലവുകൾ ക്രമീകരിക്കാൻ നെട്ടോട്ടം ഓടുന്നതിനിടെയാണ് ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങാതിരിക്കാൻ സഹകരണ ബാങ്കുകളിൽ നിന്ന് ഹ്രസ്വകാല വായ്പ എടുക്കുവാനുള്ള നീക്കം തുടങ്ങിയത്. അധ്യാപകർ വഴിയെടുക്കണോ എന്ന ഒരു സ്പെഷ്യൽ കോളമുണ്ട്. അതിൽ നിരവധി വ്യക്തികൾ അഭിപ്രായം പറയുന്ന ഒരു പ്രത്യേക കോളം ദീപിക നൽകുന്നതിന് താഴെ സിനഡാത്മക സഭ 2028 ഒക്ടോബറിൽ പ്രത്യേക സഭാ അസംബ്ലി വിളിച്ചു ചേർത്ത് മാർപ്പാപ്പ. അമൃത്സറിലെ ക്ഷേത്രത്തിൽ ഗ്രനേഡ് ആക്രമണം, പിന്നിൽ ISI. പഞ്ചാബിലെ അമൃത്സറിൽ ഹിന്ദു ക്ഷേത്രത്തിൽ ഗ്രനേഡ് ആക്രമണം. അമൃത്സറിലെ ഖഡ്വാല പ്രദേശത്ത് താക്കൂർ ദ്വാര ക്ഷേത്രത്തിൽ മോട്ടോർ സൈക്കിളിലെത്തിയ 2 അജ്ഞാത ക്ഷേത്രത്തിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ ശേഷം രക്ഷപ്പെടുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. പലസ്തീൻ അനുകൂല പ്രക്ഷോഭം, അമേരിക്ക വിസ റദ്ദാക്കി ഇന്ത്യൻ വിദ്യാർത്ഥിനി നാട്ടിലേക്ക് മടങ്ങി എന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു ദീപിക. 41 രാജ്യങ്ങളെ പൗരർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്താൻ ട്രംപ്, പട്ടികയിൽ പാകിസ്ഥാനും എന്ന വാർത്തയ്ക്ക് ഇടമുണ്ട്. മാവേലിനാട് എന്ന കാർട്ടൂൺ പരമ്പരയിൽ ലഹരി വിപണനത്തിൻ്റെ കണ്ണിയായി SFI മാറി VD സതീശൻ. ക്യാമ്പസ് ലഹരിയുടെ കഥ, തിരക്കഥ, നിർമ്മാണം, സംവിധാനം, വിതരണം എല്ലാം വിദ്യാർത്ഥി സംഘടനകളുടെ ചുമതലയായിട്ടുണ്ട് എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ G അരവിന്ദൻ ആത്മചോദനയുടെ ആവിഷ്കാരൻ ഫാദർ
ബോബി ജോസ് കട്ടിക്കാട് എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ജന്മഭൂമി അതിന് താഴെയായി പോളിടെക്നിക്കിലെ കഞ്ചാവ് മുഖ്യകണ്ണികൾ അറസ്റ്റിൽ എന്ന വാർത്തയ്ക്ക് ഇടം നൽകിയിട്ടുണ്ട്. സ്പേസ് XQ-10 വിക്ഷേപണ വിജയം എന്നുള്ള വാർത്തയ്ക്ക് ഇടം നൽകുന്നു ജന്മഭൂമി. KM അച്യുതൻ നമ്പൂതിരി ഗുരുവായൂർ മേൽശാന്തി എന്ന വാർത്തയ്ക്ക് ഇടമുണ്ട്. സമരം പൊളിക്കാൻ സർക്കാർ ആശാപ്രവർത്തകർക്ക് പരിശീലനം, പിന്നാലെ ജപ്തി നോട്ടീസ് എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ജന്മഭൂമി. മെഡിക്കൽ കോളേജിൽ നിന്ന് ആക്രിക്കാരൻ ശരീരഭാഗം കൊണ്ടുപോയി പോലീസ് കണ്ടെടുത്തു. അധികൃതർക്കുണ്ടായത് കനത്ത വീഴ്ച എന്നുള്ള വാർത്തയ്ക്കും ഇടം നൽകുന്നു ജന്മഭൂമി. എന്തായാലും ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. നാളെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.